മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. അടക്കാക്കുണ്ട് സ്വദേശി ഗഫൂറാണ് മരിച്ചത്. രാവിലെയായിരുന്നു ആക്രമണം. പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാർ സ്ഥലത്തെത്തിയ ഡിഎഫ്ഒയെ തടഞ്ഞു. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമുണ്ട്. കടുവയെ മയക്കുവെടി വെക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഉന്നത സമിതി ഉടൻ യോഗം ചേരും. അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കടുവ സാന്നിധ്യം ഉണ്ടായ സ്ഥലവും നമ്മുടെ ഇവിടെയൊക്കെ കാട്ടിലൂടെ പോകുമ്പോൾ 2-3 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവിടെ അന്ന് കണ്ട കടുവനാവാൻ സാധ്യതയുണ്ട് ഇവിടെ ഉള്ളതും. അല്ലാന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒന്ന് കൂടുതലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു വീഴ്ച വന്നു എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പൊ മയക്കുവെടി വെക്കാമെന്ന് ഡിഎഫ്ഒ പറഞ്ഞു. ഡിഎഫ്ഒയുടെ പരിമിതി ഒന്നുകൊണ്ട് ചിലപ്പോൾ ഡിഎഫ്ഒ പറഞ്ഞു. പക്ഷെ നമുക്ക് മയക്കുവെടി വെച്ചല്ല, ഇത്തരം മനുഷ്യനെ കൊന്നു തിന്നുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടപടി തന്നെ ഉണ്ടാവേണ്ടത്. അത് ഞാൻ മന്ത്രിയോട് നേരിട്ട് തന്നെ പറയും. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? നിഷാദ്, ഗഫൂറിന്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം മുമ്പ് വരെ മൃതദേഹം അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഡിഎഫ്ഒയെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. MLA പി അനിൽകുമാർ, പെരിന്തൽമണ്ണ, മലപ്പുറം ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നാട്ടുകാർ പറയുന്നത് ഈ പുലിയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം എഴുതി നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ MLAയുടെ സാന്നിധ്യത്തിൽ ഡിഎഫ്ഒ ഇക്കാര്യങ്ങൾ എഴുതുകയും അത് നാട്ടുകാർക്ക് മുന്നിൽ ഉറക്കെ വായിക്കുകയും ചെയ്തു. കുടുംബത്തിന് ധനസഹായം നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ മരിച്ച ഗഫൂറിന്റെ വിധവയ്ക്ക് ജോലി നൽകുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ ഉറക്കെ നാട്ടുകാർക്ക് മുന്നിൽ ഉറക്കെ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നാട്ടുകാർ മൃതദേഹം വിട്ടു നൽകാനും ഡിഎഫ്ഒയെ പോകാൻ അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഈ വാക്കുകളെല്ലാം അല്ലെങ്കിൽ ഈ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ വെടിവെക്കാനുള്ള പ്രത്യേക സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡിഎഫ്ഒ അറിയിച്ചിരിക്കുന്നത്. പാലക്കാട്ട് നിന്നും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുമുള്ള പ്രത്യേക സംഘം ഇങ്ങോട്ടേക്ക് എത്തും. കുങ്കിയാനകളുടെ സഹായത്തോടെ ഈ കടുവയെ വെടിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കൂടി ഡിഎഫ്ഒ പറയുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ വലിയ തരത്തിലുള്ള കടുവയുടെ ആക്രമണം നേരത്തെയും പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ വളർത്തു മൃഗങ്ങളെ അടക്കം കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം ഡിഎഫ്ഒ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും പക്ഷേ അതിനകത്ത് കൃത്യമായ ഒരു നടപടി ഉണ്ടാകും. ഒരു കൂട് വെക്കാൻ പോലും ഒരു കൂട് വെക്കുന്ന കാര്യം പോലും ആലോചിക്കുക അല്ലെങ്കിൽ നാട്ടുകാരുടെ ഈ പരാതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത